ിലൂടെ സിനിമയിലെത്തിയ നടിയാണ് മഞ്ജു പത്രോസ്. റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസിനെ മലയാളികൾ പരിചയപ്പെടുന്നത്. പിന്നീട് മറിമായത്തിലൂടെ അഭിനേത്രിയായി മാറി. തുടർന്നാണ് സിനിമയിലെത്തുന്നത്. മഞ്ജു പത്രോസിന്റെ കരിയറിലെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലെ ലില്ലിക്കുട്ടി. മോഹൻലാലിനൊപ്പമുള്ള മഞ്ജുവിൻ്റെ രംഗങ്ങൾ കയ്യടി നേടുകയും ചെയ്തിരുന്നു. വലിയൊരു വാഹനാപകടം നേരിട്ടതിന് പിന്നാലെയാണ് മഞ്ജു മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കാനെത്തുന്നത്. ഇപ്പോഴിതാ ആ അനുഭവം പങ്കുവെക്കുകയാണ് മഞ്ജു പത്രോസ്. കൈരളി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു മനസ്സ് തുറന്നത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടാലോ? അതിനൊരു 11 ദിവസം മുമ്പാണ് ഞാൻ വണ്ടിയിൽ നിന്നും വീഴുന്നത്. മുഖത്തൊക്കെ സൂക്ഷിച്ചാൽ നോക്കിയാൽ അറിയാം. പ്ലാസ്റ്റിക് സർജറി ചെയ്തതിനാൽ നൂലൊക്കെ തന്നെ പോകും. അങ്ങനെ നീരൊക്കെ വെച്ചിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ വേദന എടുക്കുമായിരുന്നു. ലാലേട്ടൻ എന്ന വലിയ പ്രതിഭയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഞാൻ പോലും അറിയാതെ എന്തൊക്കെയോ എനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടായിരുന്നു, മഞ്ജു പത്രോസ് പറയുന്നു. ലാലേട്ടൻ എത്രയോ സീനിയറാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ 8 മണി എന്ന് പറഞ്ഞാൽ ഫുൾ മേക്കപ്പിൽ 7:50 ആകുമ്പോൾ ഉണ്ടാകും. ലാലേട്ടന് വേണ്ടി 5 മിനിറ്റ് ഒരിടത്തും വൈകില്ല. അത്രയും കൃത്യനിഷ്ഠതയുണ്ട്. ഇനിയും വേണം, അപ്ഡേറ്റ് ആകണമെന്ന ചിന്തയാണ്. പിന്നീട് വന്ന് നമ്മളൊക്കെ 8 പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നും ഇറങ്ങാൻ 8:30 ആകും. അതൊക്കെ ലാലേട്ടനിൽ നിന്നും പഠിക്കാനായി. സീനിയേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും പഠിക്കാനാകും എന്നും മഞ്ജു പത്രോസ് പറഞ്ഞു. മമ്മൂട്ടിക്കൊപ്പവും മഞ്ജു പത്രോസ് അഭിനയിച്ചിട്ടുണ്ട്. തനിക്ക് മമ്മൂട്ടിയെ ആദ്യം പേടിയായിരുന്നുവെന്നാണ് മഞ്ജു പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് മമ്മൂട്ടി തമാശ പറയുകയെന്നും മഞ്ജു പറയുന്നുണ്ട്. ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. മമ്മൂക്കയെ എല്ലാവർക്കും പേടിയാണ്. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് സീരിയസ് ആയിട്ട് തമാശ പറയാനേ അറിയൂവെന്നാണ്. മുഖത്ത് കാര്യമായൊന്നും വരില്ല. ചിരിക്കുമ്പോഴാണ് തമാശയാണല്ലോ എന്ന് മനസ്സിലാവുക. ഒരു പേടിയുള്ളതിനാൽ മാറി നിന്ന് കാണാനായിരുന്നു എനിക്കിഷ്ടം. മമ്മൂക്ക നമുക്ക് പറഞ്ഞൊക്കെ തരും. അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുമോ എന്ന് പറയും. പക്ഷേ എല്ലാം സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നു മാത്രം എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്. മലയാളികൾക്ക് സുപരിചിതയാണ് മഞ്ജു പത്രോസ്. മിനി സ്ക്രീൻ പരമ്പരകളാണ് മഞ്ജുവിനെ താരമാക്കുന്നതും സിനിമയിലേക്ക് എത്തിക്കുന്നതുമെല്ലാം. ബിഗ് ബോസിലും മഞ്ജു മത്സരാർത്ഥിയായി എത്തിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു മഞ്ജു. ബിഗ് ബോസിലൂടെ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു മഞ്ജു പത്രോസ്. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾക്കും താരം ഇരയായിട്ടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ നിറത്തിന്റെ പേരിലുള്ള കമന്റുകൾ കേൾക്കുന്നുണ്ട്. റീത്തയുടെ നിറം കിട്ടിയില്ലേ, കുട്ടിക്ക് പത്രോസിന്റെ നിറമാണല്ലോ എന്നൊക്കെയാണ് ആളുകൾ എന്നെ കാണുമ്പോൾ പറഞ്ഞിരുന്നതെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടാൽ വെളുത്ത ചായം പൂശി അവൾ ഇറങ്ങിയല്ലോ, യഥാർത്ഥ നിറം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കമന്റ് വരും. തുടക്കത്തിൽ വിഷമം വരുമായിരുന്നു. എന്നാൽ ഞാൻ സ്ത്രീ ആയതുകൊണ്ടും സമൂഹത്തിന് താഴെ തട്ടിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ടും അത് അംഗീകരിക്കാൻ മടിയുള്ളവരാണ് ഇതിന്റെ പിന്നിലെന്ന് പിന്നീട് മനസ്സിലായെന്നും താരം പറയുന്നു. എന്നാൽ അതിനൊപ്പം എല്ലാം മറികടന്ന് ജീവിതത്തിൽ വിജയം നേടാൻ മഞ്ജുവിന് സാധിച്ചു.